സെക്രട്ടേറിയറ്റ് മതിലിലേക്ക് മരം ഒടിഞ്ഞു വീണു. കന്റോൺമെന്റ് ഗേറ്റിന് മുകളിലാണ് കൂറ്റൻ മരം ഒടിഞ്ഞു വീണത്. വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് റിനു ശ്രീധറാണ് ചേരുന്നത്. റിനു, ഗുഡ് ആഫ്റ്റർനൂൺ. ഈ മരം ഒടിഞ്ഞു വീണു, ആർക്കും പ്രത്യേകിച്ച് ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിട്ടില്ലല്ലോ. അതുകൊണ്ട് എന്തായിരുന്നു ഇതിന്റെ കാരണം? സാധാരണഗതിയിൽ അങ്ങനെ ചാഞ്ഞു നിൽക്കുന്ന മരങ്ങളൊക്കെ വെട്ടി മാറ്റുന്നതാണല്ലോ. ഗുഡ് ആഫ്റ്റർനൂൺ ക്രിസ്റ്റീന. ഏകദേശം 20 മിനിറ്റ് ആകുന്നു സെക്രട്ടേറിയറ്റിലെ കണ്ടോൺമെന്റ് ഗേറ്റിന് മുന്നിലേക്ക് ഈ മരത്തിന്റെ ഒരു ഭാഗം കടപുഴകി വീണെന്ന് പറയാൻ പറ്റില്ല, ഒടിഞ്ഞു വീണത്. ഒരു വലിയ മരം തന്നെയാണ്. ഇവിടെ ഈ ഫയർ എക്സ്റ്റിംഗ്വിഷർ സിസ്റ്റം ഒക്കെ ഇരിക്കുന്നതിനാൽ നിലവിൽ ഇപ്പോൾ ഫയർഫോഴ്സ് എത്തിയിട്ടുണ്ട്. ഈ മരം മുറിച്ചു നീക്കുന്നതിന് വേണ്ടിയിട്ടുള്ളൊരു നടപടികളിലേക്ക് പോകുന്നു. ശക്തമായിട്ടുള്ള കാറ്റോ അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ പെട്ടെന്നാണ് ഈ മരം ഒടിഞ്ഞു വീഴുന്നത്. ഈ കണ്ടോൺമെന്റ് ഗേറ്റിൽ സെക്യൂരിറ്റി ജീവനക്കാർ ഉൾപ്പെടെ ഉണ്ടായിരുന്നു. ശബ്ദം കേട്ടവർ ഓടി മാറി എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്നവരെ. മറ്റ് ആൾക്കാർ സാധാരണഗതിയിൽ വാഹനങ്ങളൊക്കെ ഇതിന്റെ സമീപത്ത് പാർക്ക് ചെയ്തിരിക്കും, പക്ഷേ അങ്ങനെ വാഹനങ്ങൾ പാർക്ക് ചെയ്തിരുന്നില്ല. ഒപ്പം ഇതുവഴി വാഹനങ്ങളൊന്നും ആ സമയത്ത് കടന്നുപോയില്ല. അതുകൊണ്ട് തന്നെ വലിയ അപകടം ഒഴിവായി എന്നുള്ളതാണ്. എന്തായാലും ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ അടക്കം ഇവിടെ എത്തിയിട്ടുണ്ട്, പോലീസ് എത്തിയിട്ടുണ്ട്, ഈ വാഹന നിയന്ത്രിക്കുന്നുണ്ട്. ഒപ്പം ഈ മരം പെട്ടെന്ന് തന്നെ മുറിച്ചു മാറ്റുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ഇടപെടൽ നടത്തിയിട്ടുണ്ട്. ലൈൻ കമ്പികളൊക്കെ തന്നെ പൊട്ടി താഴെ വീണിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇലക്ട്രിസിറ്റി വകുപ്പിൽ നിന്ന് വന്ന് ഈ ലൈനിലേക്കുള്ള കറണ്ട്, അതായത് ഇലക്ട്രിസിറ്റി ഓഫ് ചെയ്തിരിക്കുന്ന ഒരു സാഹചര്യമാണ് നിലവിൽ ഉള്ളത്. പൂർണ്ണമായി അത് ഓഫ് ചെയ്തെങ്കിൽ മാത്രമേ ഇവർക്ക് മുറിച്ചു മാറ്റാൻ വേണ്ടി കഴിയൂ എന്നുള്ളതാണ് അറിയിച്ചിട്ടുള്ളത്. എന്തായാലും ഈ സെക്രട്ടേറിയറ്റ് കണ്ടോൺമെന്റ് ഗേറ്റ് 1ന്റെ വലതുവശത്തായി നിന്ന ഒരു പടുകുറ്റൻ മരം, അതിന്റെ ഒരു ഭാഗമാണ് ഒടിഞ്ഞ് താഴേക്ക് വീണിരിക്കുന്നത്. എന്തായാലും ഭാഗ്യവശാൽ വലിയ അപകടങ്ങൾ തന്നെ ആർക്കും ഉണ്ടായിരുന്നില്ല. സാധാരണഗതിയിൽ വാഹനങ്ങളൊക്കെ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും എപ്പോഴും പാഞ്ഞു പോകുന്ന ഒരു പ്രദേശം കൂടിയാണ്. പക്ഷേ നിലവിൽ ഇപ്പോൾ വലിയ അപകടങ്ങളൊന്നും തന്നെ ഉണ്ടായില്ല എന്നുള്ളതാണ്. ഫയർഫോഴ്സ് സ്ഥലത്തെത്തിയിട്ടുണ്ട്. അല്പസമയത്തിനകം തന്നെ ഈ മരം മുറിച്ച് നീക്കം ചെയ്യും. കൃഷ്ണ, ശരി, എന്തായാലും ആർക്കും അപകടമൊന്നും ഉണ്ടാകാത്തത് തന്നെ വലിയൊരു കാര്യം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.